ചൈനയുടെ പരിസ്ഥിതി സംരക്ഷണ പദ്ധതികളിൽ ഏറ്റവും വ്യത്യസ്തമായൊരു പരീക്ഷണം 2023 ലോക ശ്രദ്ധ പിടിച്ചുപറ്റി. ചൈനയുടെ ടെക്ലാമെക്കാൻ എന്ന ഏറ്റവും വലിയ മരുഭൂമിയിലേക്കാണ് ലക്ഷക്കണക്കിന് മത്സ്യങ്ങളെ കൊണ്ടുപോയി വിട്ടത്. ഇത് കേൾക്കുമ്പോൾ പലർക്കും അതിശയമുണ്ടാകും. മരുഭൂമിയിൽ മത്സ്യങ്ങൾ എന്ന ആശയം തന്നെ അസാധാരണമാണ്. പ്രകൃതിശാസ്ത്രവും കാലാവസ്ഥാ പഠനവുമെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്ന ഈ നീക്കം ഒരു വർഷത്തിനു ശേഷം സൃഷ്ടിച്ച ഫലങ്ങൾ ആരെയും അമ്പരപ്പിക്കുന്നതാണ്. ലോകത്തെ തന്നെ അമ്പരപ്പിച്ച ചൈനയുടെ ആ വേറിട്ട ആസൂത്രണ രീതിയിലേക്കാകാം ഇന്നത്തെ നമ്മുടെ യാത്ര. ടെക്ലാമെക്കാൻ മരുഭൂമി, മടങ്ങിവരവില്ലാത്ത സ്ഥലം എന്നും അറിയപ്പെടുന്ന അത്യന്തം കടുത്ത കാലാവസ്ഥയുള്ള പ്രദേശം. ഏകദേശം 3 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഈ മരുഭൂമി ചൈനയിലെ ഏറ്റവും വലിയ മരുഭൂമിയാണ്. ഇതിനെ ചുറ്റിയുള്ളത് പർവ്വതനിരകളാണ്. വടക്കുഭാഗത്ത് ടിയാൻഷാൻ പർവ്വതനിരകളും തെക്കുഭാഗത്ത് കുൻലുൻ പർവ്വതനിരകളുമാണുള്ളത്. അതിനാലാണ് ഇവിടെ മഴ കുറവാകാൻ പ്രധാന കാരണം. ഇതൊരു തീവ്രമായ വരൾച്ചാ മരുഭൂമിയാണ്. വേനലിൽ ഇവിടെ താപനില 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലെത്തും. പക്ഷേ രാത്രികളിൽ താപനില വളരെ കുറഞ്ഞേക്കാം. ഇത്തരമൊരു സ്ഥലത്ത് ജീവജാലങ്ങൾ വളരാൻ സാധ്യതയില്ലെന്നത് സ്വാഭാവികമായി തോന്നും. എന്നാൽ മനുഷ്യശക്തിയും ശാസ്ത്രവും ചേർന്നാൽ അതികഠിനമായ പരിസ്ഥിതിയിലും മാറ്റം വരുത്താം എന്നതിനാണ് ചൈന ഉദാഹരണം കാണിച്ചത്. ഈ പരീക്ഷണത്തിന് പിന്നിലുണ്ടായത് ഒരു വലിയ പരിസ്ഥിതി പദ്ധതി തന്നെയായിരുന്നു. ടെക്ലാമെക്കാൻ മരുഭൂമിയിൽ വെള്ളം നിലനിർത്താൻ കഴിയുന്ന കുറച്ച് പ്രദേശങ്ങൾ കണ്ടെത്തുകയും അവിടെ ജൈവവൈവിധ്യം വളർത്താൻ ശ്രമിക്കുകയുമാണ് ചൈന ചെയ്തത്. ഇത്തരം പ്രദേശങ്ങളിൽ മത്സ്യങ്ങളെ കൊണ്ടുവന്ന് ഇറക്കിവിട്ടത് പരിസ്ഥിതിയിൽ അനുകൂലമായ ജൈവവൈവിധ്യം വളരണമെന്ന ലക്ഷ്യത്തോടെയായിരുന്നു. പരീക്ഷണത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ മരുഭൂമിയുടെ അതിരുകളിലെ കുറച്ചു ഭാഗങ്ങളിൽ കൃത്രിമമായ ജലാശയങ്ങൾ നിർമ്മിച്ചു. ഇൻപെർമിയബിൾ ലൈനറുകൾ ഉപയോഗിച്ച് വെള്ളം വലിച്ചെടുക്കാതെ സൂക്ഷിക്കാവുന്ന ചെറുകുളങ്ങളുണ്ടാക്കി. ഇത്തരം കൃത്രിമ കുളങ്ങളിൽ വെള്ളം അടിച്ചു പമ്പ് ചെയ്ത് നിറക്കുകയും പ്രത്യേകമായി പോഷകസമൃദ്ധമായ മണ്ണുപയോഗിച്ച് പരിസരം ഒരുക്കുകയും ചെയ്തു. പാരിസ്ഥിതിക മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഇവിടങ്ങളിലേക്ക് സ്വാഭാവികമായി ജീവിക്കാൻ കഴിയുന്ന മത്സ്യങ്ങളെ കൊണ്ടുവന്നു വിട്ടു. ഈ മത്സ്യങ്ങൾക്ക് ചുറ്റുപാടും ഒരുപാട് ജൈവസഹായം നൽകിയിരുന്നു. ജലത്തിലെ ഓക്സിജൻ നിലനിർത്താൻ പമ്പുകൾ, ഓക്സിജനറേറ്ററുകൾ എന്നിവ ഉപയോഗിച്ചു. മീനുകൾക്ക് ആഹാരമായി പ്ലാങ്ക്ടൺ, ജലപായ്, ചെറിയ ചിരാതുകൾ എന്നിവ വളർത്തി ചേർക്കുകയും ചെയ്തു. മത്സ്യങ്ങൾ ഇവിടെ വേറിട്ട സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നെങ്കിലും ഇവയെ വംശപരമ്പരാഗതമായി അങ്ങേയറ്റം അതിനൊപ്പം ജീവിക്കാൻ പരിശീലിപ്പിച്ചിരുന്നു. 1 വർഷം കഴിഞ്ഞപ്പോൾ ഈ കൃത്രിമ ജലാശയങ്ങൾ ഇന്നത്തേതുപോലെ ആയിരുന്നില്ല. അതിനു ചുറ്റും ചെറിയ ജലചെടികൾ തനിയെ വളർന്നു പൊങ്ങി. പക്ഷികൾ കുടിയേറുകയും മറ്റു ചെറുജീവികൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. മത്സ്യങ്ങളുടെ മലമൂത്ര വിസർജ്യങ്ങൾ ജലത്തിൽ പോഷകങ്ങൾ കൂട്ടിയതിൻ്റെ ഫലമായി ജലസസ്യങ്ങൾ സ്വാഭാവികമായി വളർന്നു. ഇതിലൂടെ പരിസ്ഥിതിയിൽ പുതിയ ജീവികൾക്ക് അഭയമാകുന്ന സാഹചര്യവും രൂപപ്പെട്ടു. ജലത്തിൻ്റെ നിലവാരം മെച്ചപ്പെട്ടതിനോടൊപ്പം തന്നെ മണ്ണിൻ്റെ നൈട്രജൻ അളവും വർദ്ധിച്ചു. പരീക്ഷണം നടക്കുമ്പോൾ തന്നെ പല ശാസ്ത്രജ്ഞരും ഇത് പരാജയപ്പെടുമെന്നാണ് കരുതിയിരുന്നത്. കാരണം തണുത്ത രാത്രികളും അതിശക്തമായ ചൂടുള്ള പകലുകളും മത്സ്യങ്ങളെ അതികഠിനമായൊരു വെല്ലുവിളിയിലാക്കുമെന്നായിരുന്നു അഭിപ്രായം. എന്നാൽ ചൈനയിലെ വിദഗ്ധ സംഘം മത്സ്യങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ പരിസ്ഥിതി അനുയോജ്യതയ്ക്കും പ്രതിരോധശേഷിക്കും മുൻഗണന നൽകി. അവ മാറ്റങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ കഴിയുന്ന മത്സ്യങ്ങളായിരുന്നു. ചെറിയ രീതിയിൽ തുടങ്ങിയ ഈ പരീക്ഷണം പിന്നീട് വലിയ മാറ്റങ്ങൾക്കായിരുന്നു വഴിയൊരുക്കിയത്. ജലാശയങ്ങൾ താനെ മഴവെള്ളം ശേഖരിക്കുന്ന രീതിയിൽ രൂപപ്പെടുകയും അങ്ങനെ ഭൂഗർഭ ജലനില മെച്ചപ്പെടുകയും ചെയ്തു. ചില പ്രദേശങ്ങളിൽ ചെടികളും വൃക്ഷങ്ങളും നട്ടുപിടിപ്പിക്കാൻ ശ്രമിച്ചു. മത്സ്യങ്ങൾ കൊണ്ട് നനവുണ്ടാക്കുന്ന ചുറ്റുപാടുകൾ ഈ ചെടികൾക്ക് വളരാൻ സഹായകരമായി. വലിയ മരങ്ങളോ കൃഷികളോ ഇതുവരെ നട്ടിട്ടില്ലെങ്കിലും പരീക്ഷണത്തിൻ്റെ അതിശയിപ്പിക്കുന്ന തുടക്കമായിരുന്നു ഇത്. ചൈനയുടെ ഈ പരീക്ഷണം ഗ്രീൻ ഡെസേർട്ട് പ്രൊജക്റ്റിൻ്റെ ഭാഗമായിരുന്നു. മരുഭൂമിയിൽ സ്വാഭാവികമായ രീതിയിൽ ജൈവചക്രം നിലനിർത്താൻ കഴിയുമോ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു ഇത്. അതിലവർ വിജയിക്കുകയും അത് മറ്റു ചില രാജ്യങ്ങൾ വരെ പകർത്താനും സാധ്യതയുണ്ടായി. മത്സ്യങ്ങൾക്കൊപ്പം വന്ന തവളകൾ, ജലസസ്യങ്ങൾ തുടങ്ങിയ ജലാശ്രിത ജീവികളുടെ സാന്നിധ്യം അർത്ഥമാക്കുന്നത് പരിസ്ഥിതിയിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളതെന്നതാണ്. വലിയ തരത്തിലുള്ള ജീവജാലങ്ങളോ പച്ചപ്പോ ഇല്ലെങ്കിലും ഇങ്ങനെയുള്ള ജൈവവൈവിധ്യത്തിൻ്റെ ആദ്യപടികളാണ് ഇവിടെ കാണപ്പെട്ടത്. ചൈനയുടെ പരിസ്ഥിതി വിദഗ്ധർ ഈ പരീക്ഷണത്തെ മൈക്രോ എക്കോളജിക്കൽ ഡെസേർട്ട് റീസ്റ്റോറേഷൻ എന്നു വിശേഷിപ്പിക്കുന്നു. മത്സ്യങ്ങൾ, ജലസസ്യങ്ങൾ, ചെറുജീവികൾ ഇവയെല്ലാം ചേർന്ന് മരുഭൂമിയുടെ സ്ഥിതിയെ ചെറിയ രീതിയിലെങ്കിലും മാറ്റിയെന്നാണ് അവർ പറയുന്നത്. ഇത് വെറുമൊരു പരിസ്ഥിതി പരീക്ഷണമല്ല,
സാമൂഹിക വികസനത്തിനും ഇത് നിർണായകമാകുമെന്ന് ചൈന വിശ്വസിക്കുന്നു. ഇത് മരുഭൂമിയിൽ മനുഷ്യർ താമസിക്കാനും ചെറിയ തോതിൽ കൃഷി ചെയ്യാനും ഭാവിയിൽ സാധ്യതയുണ്ടാക്കാം. മത്സ്യങ്ങളാൽ എങ്ങനെ മരുഭൂമിയെ മാറ്റാം എന്ന ചോദ്യത്തിന് ഏറ്റവും വിശകലനപരമായ മറുപടിയാണ് ഈ പരീക്ഷണം. ചൈന ഇതിൻ്റെ പഠനഫലങ്ങൾ ലോകം മുഴുവൻ പങ്കുവയ്ക്കുകയും ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ് എന്നീ പ്രദേശങ്ങൾ ഇതിൽ നിന്നുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. കാലാവസ്ഥാ വ്യതിയാനം, കാട്ടുതീ, വരൾച്ച തുടങ്ങിയ വലിയ പ്രശ്നങ്ങൾക്ക് ചെറുതെങ്കിലും പ്രതിരോധം നൽകുന്ന മാതൃകയുമായി നമുക്ക് ഏതു നിർജീവമായ സ്ഥലത്തെ പോലും ജീവചരിത്രത്തിൻ്റെ ഭാഗമാക്കാൻ കഴിയുമെന്ന് ഈ പരീക്ഷണം ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഇതുപോലുള്ള ചിന്താഗതികൾ ലോകത്തിന് ഗ്രീൻ ഫ്യൂച്ചറിലേക്കുള്ള പുതിയ വഴിയാണ് ഒരുക്കുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമൻറ്റ് ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.